നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇങ്ങനെയൊരവസ്ഥയിൽ ഈ നടയിൽ വന്നു ചേരാൻ കഴിയുമെന്ന് സ്വപ്നം പോലും കണ്ടിട്ടില്ല. എല്ലാം അമ്മയുടെ കാരുണ്യം, പിന്നെ എന്റെ മോന്റെ സ്നേഹവും. അമ്മേ ഞാൻ അകത്തേക്ക് എടുത്തോണ്ട് പോട്ടെ? വേണ്ട മോനെ, അകത്തൊന്നും പോവണ്ട. ഈ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്ത് വന്നാൽ തന്നെ നമുക്ക് ദേവിയുടെ ചൈതന്യം അനുഭവപ്പെടുന്നുണ്ട്. മോനെ, അകത്ത് ചെന്ന് എനിക്ക് അമ്മയെ കാണാൻ പറ്റിയില്ലെങ്കിലും അമ്മ എന്നെ കാണുന്നുണ്ടാവും, എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടാവും. അതുപോരെ? എന്നാ വേണ്ടമ്മേ, ഞാനും അകത്ത് കയറുന്നില്ല. ആ, എനിക്കു വേണ്ടി എന്നേക്കാൾ കൂടുതൽ നീ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന മൂകാംബിക അമ്മ കേൾക്കും. എന്റെ കുഞ്ഞ് ഇത്രയും ചെയ്തില്ലേ, അത് തന്നെ ധാരാളം. അകത്തി കയറി ദേവിയെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിട്ടു വാ മോനെ. അമ്മ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ടോ? അത് പറ്റില്ലമ്മേ, ഞാനും ഇവിടെ ഒന്ന് തൊഴുതോളാം. ആ അതെ, ഒരു മിനിറ്റ്. അമ്മയ്ക്ക് നടക്കാനാവില്ല. അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് അകത്തേക്ക് പോവാൻ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാന്ന് പറഞ്ഞതാ മോളെ. ഇവന് സമാധാനം വരുന്നില്ല. അകത്ത് ദേവിയുടെ നടയിൽ തൊഴാതെ മടങ്ങി പോകാമെന്നാ ഇവൻ പറയുന്നേ. എടാ മോനെ, നീ പോയിട്ട് വാ. അത്രയും നേരം ഞാൻ ഈ മോളോട് സംസാരിച്ചിരിക്കാം. ഞാൻ വേഗം വരാം. എനിക്ക് വയ്യ മോളെ. ഈ കാലത്ത് ഓരോ അമ്മമാര് കരയുന്നത് മക്കളുടെ ക്രൂരത അനുഭവിച്ചിട്ടാ. ഞാൻ കരയുന്നത് പക്ഷേ എന്റെ മോന്റെ സ്നേഹം കണ്ടിട്ടാ. അവന്റെ എല്ലാ സന്തോഷങ്ങളും ഉപേക്ഷിച്ചിട്ടാ കാലുവയ്യാത്ത എന്നെ നോക്കാൻ അവൻ മെനക്കെട്ട് നിൽക്കുന്നത്. അതിന് അവന്റെ ഭാര്യയുടെ ശകാരം, ഓഫീസിൽ നിന്നുള്ള വിളി, ഒരു സമാധാനവും ഇല്ലാതെ എന്റെ കുട്ടി ജീവിക്കുന്നേ. അതൊക്കെ കാണുമ്പോ എനിക്ക് മരിച്ചാ മതിയെന്നാ തോന്നുന്നേ. ഞാനങ്ങ് മരിച്ചാ പിന്നെ അവൻ എന്റെ കാര്യം മെനക്കെട്ട് നോക്കാൻ നിക്കില്ലല്ലോ. അവന്റെ ഓഫീസ് കാര്യങ്ങളും ഭാര്യയുടെ ആവശ്യങ്ങളും ഒക്കെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കില്ലേ? അച്ഛന്റെ അമ്മയുടെ ഒപ്പം ജീവിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നതിലും വലിയൊരു സന്തോഷം ഈ ലോകത്തില്ലാന്ന് ഈ അമ്മയോട് പറയാനാവുന്നില്ലല്ലോ ദേവി. എന്താ അമ്മയുടെ മുഖത്തൊരു സങ്കടം? എന്റെ മോനെ കുറിച്ച് ഓർത്തിട്ടാ. അമ്മയെ ശുശ്രൂഷിക്കുമ്പോ മകൻ സന്തോഷം അനുഭവിക്കുന്നില്ലെന്നാണോ കരുതിയിരിക്കുന്നത്? അതിലും വലിയൊരു സന്തോഷം ലോകത്തില്ല. എന്നെ ശുശ്രൂഷിക്കുന്നതിലൂടെ കിട്ടുന്ന സന്തോഷത്തിന്റെ കാര്യമല്ല. അതിനുവേണ്ടി സമയം എടുക്കുമ്പോ അവന് വീട്ടിലും ഓഫീസിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവന്റെ ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. എല്ലാത്തിനും കാരണം ഞാനാണെന്ന് ചിന്തിക്കുമ്പോഴാ വിഷമം. വിഷമിക്കണ്ട, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും.
ദേവിയോട് അമ്മയ്ക്കുള്ള ഭക്തി കളങ്കമില്ലാത്തതാണ്. അമ്മയോടുള്ള മകന്റെ സ്നേഹവും നിഷ്കളങ്കമാണ്, ആത്മാർത്ഥമാണ്.